സേതുമാധവൻ സ്വമേധയാ ഈ ഡോക്യുമെന്റിൽ ഒപ്പിട്ടതാണോ അതോ അദ്ദേഹം ഒപ്പിടാൻ നിർബന്ധിതനായതാണോ എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയും യുവർ ഓണർ? അളിയന്റെ വിശ്വാസത്തിൽ ആരുടെ ഭാഗം ജയിക്കാനാണ് സാധ്യത? അവന്തിയുടേതോ അതോ സച്ചിയുടേതോ? അഡ്വക്കേറ്റ് കമ്മീഷന്റെ നിഗമനങ്ങൾ സത്യസന്ധമായാൽ പോലും വിധി നിർണയിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോന്നില്ല. കോടതി നിയോഗിച്ച കമ്മീഷനല്ലേ? അപ്പൊ പിന്നെ ആ റിപ്പോർട്ട് കോടതി പരിഗണിക്കാതിരിക്കുന്ന എങ്ങനെയാ? എടോ, പരിഗണിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല എന്നാ. മറ്റ് പല തെളിവുകളും അനുബന്ധമായ രേഖകളും മൊഴികളും ഒക്കെ കോടതി പരിഗണിക്കും. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ അളിയന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ന്യായം ആ സച്ചിയുടെ ഭാഗത്താണ്. സച്ചിക്കും കുടുംബത്തിനും അനുകൂലമായി വിധി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ വരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ന്യായവും അത് തന്നെയാ ഗൂഗിൾ. അവന്തികയുടെ മുന്നിൽ ജയിക്കേണ്ടത് നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൻ സച്ചിയും കുടുംബവും തന്നെയാണ്. നഷ്ടപ്പെട്ടവർക്കാ എല്ലാം തിരിച്ചു കിട്ടേണ്ടത്. എനിക്ക് വിശ്വാസമുണ്ട് ഗൂഗിളിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജഡ്ജി തീരുമാനമെടുക്കും. ഇന്നത്തെ വിധി സച്ചേട്ടനും കുടുംബത്തിനും അനുകൂലമായിരിക്കും. താനെന്തേ ആലോചിക്കുന്നേ? ഏയ് ഒന്നല്ല. എങ്കിൽ പിന്നെ ഇറങ്ങട്ടെ. ഗോകുലിന്റെ മനസ്സിലെ ആ നന്മ കണ്ടില്ലേ? അളിയന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ വില്ലൻ സച്ചിയാണ്. പക്ഷേ കേസിന്റെ കാര്യത്തിൽ സച്ചി ജയിക്കണമെന്നാണ് അളിയൻ ആഗ്രഹിക്കുന്നത്. ചതിക്കപ്പെട്ടത് സച്ചേട്ടനും കുടുംബമോ? തട്ടിയെടുത്തതും ചതിച്ചു നേടിയതും അർഹതയില്ലാതെ കിട്ടിയതുമെല്ലാം എന്നാലും തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയല്ലേ? അതല്ലേ ന്യായം? അർഹതയുള്ളവർക്ക് അതെന്തായാലും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. രാജീവ് വരൂ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ഒരു കാര്യം ഉറപ്പായി, അർച്ചന ഇനി അധിക ദിവസം ഈ വീട്ടിൽ ഉണ്ടാകില്ല. കേസ് നമ്പർ 252/2016. Yes, ready for arguments. Ready, Your Honor. പ്രതിഭാഗം. Yes, Your Honor. Defense Counsel, you may proceed. Thank you, Your Honor. ഏത് കേസിലും അന്തിമമായ വിധി പ്രസ്താവിക്കുന്നത് കോടതിയാണ്. കമ്മീഷൻ റിപ്പോർട്ട് എന്നത് തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ്. അല്ലാതെ അതൊരിക്കലും അന്തിമമായ സത്യമാകുന്നില്ല. ഇവിടെ ഈ കേസിൽ അഡ്വക്കേറ്റ് കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ പലതും വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിലല്ലെന്ന് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ വ്യക്തമാവും. ഏതാണ് പരിഗണിക്കാതെ പോയതെന്ന് ഡിഫൻസ് കൗൺസിലിന് തെളിയിക്കാൻ സാധിക്കുമോ? യെസ്, യുവർ ഓണർ. കമ്മീഷൻ ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്റെ കക്ഷിയായ അവന്തിക എതിർ കക്ഷിയുടെ പിതാവായ മരിച്ചുപോയ സേതുമാധവനെ ചതിച്ച് സ്വത്തുക്കൾ എഴുതി വാങ്ങി എന്നാണ്.
എന്നാൽ യഥാർത്ഥ സത്യം അതല്ല യുവർ ഓണർ. ഈ ഡോക്യുമെന്റിൽ എല്ലാ സ്വത്തുക്കളും എന്റെ കക്ഷിയായ അവന്തികയ്ക്ക് എഴുതി കൊടുത്തുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത് മരിച്ചുപോയ സേതുമാധവൻ തന്നെയാണ്. ഫോറൻസിക് ഡോക്യുമെന്റ് എക്സാമിനറുടെ റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഈ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഒബ്ജെക്ഷൻ യുവർ ഓണർ. എന്തുപറ്റി? ഡോക്യുമെന്റിലെ സിഗ്നേച്ചറിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? നോ യുവർ ഓണർ. പിന്നെ ഫോറൻസിക് ഡോക്യുമെന്റ് എക്സാമിനറുടെ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിനെ വാദിഭാഗം എതിർക്കുന്നില്ല. ഒരുപക്ഷെ സേതുമാധവൻ തന്നെയായിരിക്കും ആ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അതല്ലേ ഡിഫൻസ് കൗൺസിലും പറഞ്ഞത്. പിന്നെന്താ പ്രശ്നം? യുവർ ഓണർ, ഒരാൾ ഏത് സാഹചര്യത്തിലാണ് ഒരു ഡോക്യുമെന്റിൽ ഒപ്പിടുന്നത് എന്നതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഈ ഡോക്യുമെന്റിന്റെ ആധികാരികത കോടതി സ്വീകരിക്കാൻ എന്നാണ് ഹർജിക്കാരന്റെ വ്യക്തമായ വാദം. സേതുമാധവൻ സ്വമേധയാ ഈ ഡോക്യുമെന്റിൽ ഒപ്പിട്ടതാണോ അതോ അദ്ദേഹം ഒപ്പിടാൻ നിർബന്ധിതനായതാണോ എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയും യുവർ ഓണർ? പ്രതിഭാഗം സേതുമാധവനെ നിർബന്ധിച്ച് ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിടിവെച്ചുവെന്ന് അദ്ദേഹത്തിന്റെ മക്കൾ 4 പേരും ഒരേ സ്വരത്തിൽ വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BNS സെക്ഷൻ 351, സെക്ഷൻ 38 എന്നീ വകുപ്പുകൾ പ്രകാരം എതിർകക്ഷി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ പ്രവൃത്തിയാണ്. യുവർ ഓണർ, സേതുമാധവൻ എതിർകക്ഷിയായ അവന്തികയ്ക്ക് സ്വത്തുക്കളെല്ലാം ഒപ്പിട്ടുകൊടുത്തു എന്ന് പറയുന്ന ആ സമയം സേതുമാധവന്റെ സ്വത്തുക്കളും കമ്പനിയെല്ലാം നോക്കി നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും ചേർന്ന. അതിൽ വാദിയായിരുന്ന സച്ചിദാനന്ദൻ ഈ കോടതിയിൽ ഹാജരുണ്ട്. ജന്മം നൽകിയ ഒരു അച്ഛൻ തന്റെ സ്വത്തുക്കൾ സ്വന്തം രക്തത്തിൽ പിറന്ന 3 ആൺമക്കൾക്കും 1 മകൾക്കും എഴുതി കൊടുക്കാതെ മൂത്ത മകന്റെ ഭാര്യയായി കയറി വന്ന് മരുമകൾക്ക് മാത്രമായി എഴുതി കൊടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല യുവർ ഓണർ. വാദിഭാഗത്തിന്റെ ഈ വാദം കേൾക്കുമ്പോൾ ചിരിക്കാനാണ് യുവർ ഓണർ തോന്നുന്നത്. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് തന്റെ സ്വത്തുക്കൾ എഴുതി കൊടുത്തുകൂടെ? അതിലെന്താണ് ഇത്ര തെറ്റ്? സ്വന്തം മക്കൾ അറിയാതെ മരുമകൾ അമ്മായി അച്ഛനെ നിർബന്ധിച്ച് സ്വത്തുക്കൾ എഴുതി വാങ്ങുന്നത് തെറ്റ് തന്നെയാണ് വക്കീലെ. അങ്ങനെയാണെങ്കിൽ തെളിയിച്ച് കാണിക്കേ. മിസ്റ്റർ കൗൺസിൽ, ലെറ്റ് ഹിയർ ഫിനിഷ്. യു പ്ലീസ് സിറ്റ് ഡൗൺ.